സാറേ, ഇന്നലത്തെ ബജറ്റ് പതിവ് പോലെ പലർക്കും ദഹിച്ചിട്ടില്ല. വിമർശനങ്ങളോട് വിമർശനങ്ങളാണ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അത് നമ്മുടെ ഒരു ചില ആചാര മര്യാദകളുണ്ടല്ലോ നമ്മുടെ നിയമസഭയിൽ. അപ്പൊ അമേരിക്കയിലെയോ ഇംഗ്ലണ്ടിന്റെയോ ഒരു ഉന്നതമായ ജനാധിപത്യ ബോധമൊന്നും നമ്മുടെ നിയമസഭയിലോ പാർലമെന്റിലോ അത്ര കാര്യമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനല്ല ഞാൻ. ഇപ്പൊ ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചാൽ നല്ലതായാലും ചീത്തയായാലും അതിനെ വിമർശിക്കുക, അതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി. അതിനകത്ത് നന്മയില്ല എന്ന് സ്ഥാപിക്കുക, അതാണ് പ്രതിപക്ഷത്തിന്റെ ചരിത്രപരമായ ദൗത്യം എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. മറ്റു രാജ്യങ്ങളിലെ ഒരു ബജറ്റിലെ കൃത്യമായി ജനോപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അവരെ അതിനെ ശ്ലാഘിക്കും. എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എതിർക്കുകയും ചെയ്യും. അത് ഉന്നതമായ ഒരു ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമാണ്. അത്തരം ഒരു ജനാധിപത്യ ബോധം നിർഭാഗ്യവശാല് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതായില്ല. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബഹളങ്ങൾ. ഒന്നാമത്തെ കാര്യം, അങ്ങേക്കറിയാവുന്ന പോലെ ഇതിപ്പോ സത്യത്തിന്റെ ഒരു ഇടക്കാല ബജറ്റിന്റെ പോലെയല്ലേ ഉള്ളൂ. മാർച്ചൊക്കെ കഴിഞ്ഞു, ഇനിയും വീണ്ടും നമ്മൾ അടുത്ത ഫെബ്രുവരിയില് ഫുൾ ബജറ്റ് വരണം. അതിനിടയ്ക്കുണ്ടായ ഒരു ചെറിയ ബജറ്റ് മാത്രമാണ്. അതിനകത്ത് ഇത്ര വലിയ വിമർശനം ഉണ്ടാകത്തക്ക എന്തെങ്കിലും ഈ ബജറ്റിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുള്ളതാണ് പരാതിയിൽ കൂടുതലുള്ളത്. അപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് ബജറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. സാർ, ആര് ആഗ്രഹിച്ചു, എന്താഗ്രഹിച്ചു, ആഗ്രഹിച്ചതിൽ എന്ത് കിട്ടിയില്ല എന്ന് നമുക്കറിയില്ലല്ലോ. അത് അവർ പറഞ്ഞെങ്കിലല്ലേ നമുക്കറിയത്തുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രധാനമായി ഒരു പരാതി ഞാൻ കേട്ടത്, നമ്മളെല്ലാം മനസ്സിലാക്കിയത്, ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തു. അതിന്റെ കാര്യം, ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുമാണ് ഇടത്തും വലത്തും നിന്ന് മോഡിയുടെ ഗവൺമെന്റിനെ സംരക്ഷിക്കുന്നത്. അതാണ് പ്രശ്നം. ചന്ദ്രബാബു നായിഡുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് ഓഫർ കൊടുത്ത് വിളിച്ചത് പിന്നെ BJP അല്ലല്ലോ, ഇന്ത്യ സഖ്യമല്ലേ. നിതീഷ് കുമാറിന്റെ കാല് പിടിച്ച് കരഞ്ഞതും ഇന്ത്യ സഖ്യമാണ്. തട്ടിക്കൊണ്ടുപോയ മഹാഭാഗ്യം. അപ്പൊ ഇവര് വന്നപ്പോ തന്നെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ഗവൺമെന്റ് ഒരു തുടർച്ചയായി എപ്പോഴും വന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന BJPയുടെ ഒരു മന്ത്രിയും അവർ മാറ്റിയില്ല. അതുപോലൊക്കെ തന്നെ തുടർന്നു. അനാവശ്യമായ ഒരു വിട്ടുവീഴ്ചയും ആന്ധ്രയോടെയും ചെയ്തില്ല, ബീഹാറിനോടും ചെയ്തില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആന്ധ്രയ്ക്ക് 15,000 കോടി രൂപ കൊടുത്തു. അങ്ങേക്കറിയാവുന്ന പോലെ അവിഭജ്യമായ പിന്നെ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയും അല്ലെങ്കിൽ ആന്ധ്രയും രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള അവിഭാജ്യമായ ആന്ധ്രാപ്രദേശ് അന്ന് നിന്നപ്പോഴേ ഹൈദരാബാദും ട്വിൻ സിറ്റീസ് ആണല്ലോ, ഹൈദരാബാദും സെക്കൻഡറാബാദും, അതായിരുന്നു അവരുടെ തലസ്ഥാനം. അതങ്ങ് തെലുങ്കാനയിലേക്ക് പോയി. അപ്പൊ തലസ്ഥാനം ഇല്ലാതായി പുതിയ ആന്ധ്രാപ്രദേശിന്. അമരാവതിയിൽ വലിയൊരു തലസ്ഥാനം പടുതുയർത്തുക എന്നുള്ളത് ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരു സ്വപ്ന നഗരമാക്കി അതിനെ മാറ്റാൻ, ചണ്ഡീഗഡ് പോലെ അല്ലെങ്കിൽ ചണ്ഡീഗഡിനേക്കാൾ ആധുനിക സംവിധാനമുള്ള ഒരു മാതൃകാ തലസ്ഥാനം ആന്ധ്രയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാല് ജഗ്മോഹൻ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജഗ്മോഹൻ വന്ന് 4-5 സ്ഥലത്ത് തലസ്ഥാനം ഉണ്ടാക്കുമെന്ന് പറയുന്ന വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞു. ജഗ്മോഹന്റെ അജണ്ടയില് വളരെ പരാജയപ്പെട്ട ആന്ധ്രയെ ഒരു 100 വർഷത്തേക്ക് പുറകോട്ട് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയായിരുന്നു ജഗ്മോഹൻ. അദ്ദേഹം ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് മതത്തിന്റെ കാര്യത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു, വികസനത്തിന്റെ കാര്യത്തിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. YS രാജശേഖര റെഡ്ഡിയുടെ ഒരു ക്വാളിറ്റിയും ജഗ്മോഹൻ ഉണ്ടായിരുന്നില്ല. അയാൾ ആപ്പാടെ ഇവരെ സപ്പോർട്ട് ചെയ്തു, അതൊക്കെ വേറെ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലല്ലോ കാര്യം. അപ്പം ജഗ്മോഹൻ തകർത്ത് കളഞ്ഞ ഒരു ആന്ധ്രാപ്രദേശിനെ വളർത്തിയെടുക്കേണ്ട ചരിത്രപരമായ ദൗത്യമാണ് ചന്ദ്രബാബു നായിഡുവിന് വന്നത്. അപ്പൊ ചന്ദ്രബാബു നായിഡുവിന് 15,000 കോടി ആന്ധ്രയ്ക്ക് കൊടുത്തു എന്ന് പറയാൻ അതൊരു വലിയൊരു തുക. തലസ്ഥാനമില്ലാത്ത ഒരു സംസ്ഥാനത്തിന് തലസ്ഥാനം നിർമ്മിക്കാനുള്ള ഒരു കേന്ദ്ര സഹായമാണ്. നമ്മളത് കാണണ്ടേ, അവരുടെ ഒരു ആവശ്യം എന്താണെന്ന് കണ്ടേ. പിന്നെ 11,000 കോടി സംതിങ് കൊടുത്തിരിക്കുന്നത് ബീഹാറിനാണ്. ബീഹാറിലെ ഈ പ്രളയം ദുരിതം ഈ സ്ഥിരം ഒരു ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനമാണ്, വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. അവിടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഈ പ്രളയ ദുരിതാശ്വാസം അതുപോലെ തന്നെ അത്തരം ചില കാര്യങ്ങൾക്കാണ് വലിയൊരു തുക മാറ്റി വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കാണേണ്ടത്, ഇതിനകത്ത് വലിയൊരു എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് 2,400 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു വൈദ്യുത നിലയം സ്ഥാപിക്കാനാണ്. ഈ വൈദ്യുത നിലയം ബീഹാറിന് പകരം കേരളത്തിലാണ് സ്ഥാപിക്കുന്നതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സാറേ കേരളത്തിലെ സ്ഥിതി? കവികള് കവിത എഴുതും, ചിലര് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും, പിന്നെ പത്രങ്ങൾ, ചർച്ചകൾ, ഇതുമൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ നമുക്ക് കിടന്നു കൊടുക്കാൻ ഒക്കും. ബീഹാറിൽ ഉണ്ടാക്കുന്ന ഈ വൈദ്യുതി അവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലേക്ക് പൊതു വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കാനുള്ള വൈദ്യുതിയാണ് ഉണ്ടാക്കുന്നത്. അത് 2,500 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഒരു വൈദ്യുത നിലയമാണ് എന്ന് ആലോചിച്ച് നോക്കണം. അതവിടെ സ്ഥാപിക്കുമ്പോൾ അത് ഇന്ത്യക്ക് മുഴുവൻ വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു തുക എന്നൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നളന്ദ, തക്ഷശില
നളന്തയെക്കുറിച്ചും തക്ഷശിലയെക്കുറിച്ചും കേൾക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളും അസ്വസ്ഥരാകും. കാരണം ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നല്ലോ അതൊക്കെ. അതൊരു ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഹൈന്ദവമായ എല്ലാം മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. CPM പ്രത്യേകിച്ച് നേരത്തെ തന്നെ അവരുടെ ഒരു നിലപാട് അതൊക്കെ തന്നെയായിരുന്നു. ഇവിടെ നളന്ദ തക്ഷശില സർവകലാശാല ലോകപ്രശസ്തമായ ഒരു സർവകലാശാലയെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്ര പൈതൃകം വീണ്ടെടുക്കുക, നമ്മുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുകയല്ലേ. അപ്പൊ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കുറച്ച് തുക കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ കരയേണ്ട ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നു, ജാർഖണ്ഡിൽ നടക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്, ഹരിയാനയിൽ നടക്കുന്നുണ്ട്. ഈ 4 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പാക്കേജും കൊടുത്തിട്ടില്ല. അവരുടെ ആരുടെയും പേരും അവൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിന്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് സ്കൂളിലെ കുട്ടികൾ രാവിലെ ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാജർ പുസ്തകം നോക്കി പേര് വിളിക്കേണ്ട പോലെ പേര് വിളിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ വിഡ്ഢിത്വം സബ്സ്റ്റാൻഡേർഡ് മുഴുവൻ കരച്ചിലും പരാതിയുമാണ്. അത് വലിയ ആവശ്യമില്ല. ഇന്ത്യയുടെ ഒരു ബജറ്റ് അവതരിപ്പിക്കും, ഇന്ത്യക്ക് വേണ്ടി ബജറ്റ് കണ്ടാൽ മതി. ഇപ്പൊ റെയിൽവേ ബജറ്റ് അവതരിക്കുമ്പോൾ മൊത്തം റെയിൽവേ സ്റ്റേഷന്റെ പേര് പറയുന്നു. എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്? അല്ലെ, വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്. ഒന്ന് ബജറ്റിനെ പരിപൂർണമായി ഇതിനകത്തൊന്നുമില്ല, ഒരു ചുക്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പറഞ്ഞതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഇത് പഴയ കോൺഗ്രസിന്റെ സർക്കാരിന്റെ ബജറ്റ് കോപ്പി അടിച്ചതാണ്. ആ ഏറ്റവും വിചിത്രമായ സാറേ, കോൺഗ്രസിന്റെ ബജറ്റ് കോപ്പി അടിച്ചായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി വലിയ ഗൗരവമായ അപകടം ഉണ്ടായിനി. കോൺഗ്രസ് നമുക്ക് ഓഫർ ചെയ്ത ഒരു സംഭവമുണ്ട്, സാറിന് അറിയാമല്ലോ, കഞ്ചിക്കോട്ടെ കോച്ച് നിർമ്മാണ ഫാക്ടറി. അത് 2004 ഓഫർ ചെയ്താണ്. 10 കൊല്ലം കേന്ദ്രം ഭരിച്ചു. അതിനുശേഷമാണ് റായ്ബറേലിയിലെ നമ്മുടെ സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിലുണ്ടായി. അവിടെ ഇന്നും കാട് പിടിച്ച് കിടക്കല്ലേ, ഇന്നും കാട്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഈ കോൺഗ്രസ്സുകാരും തയ്യാറായിട്ടുണ്ട്. കോൺഗ്രസിന് ഇതിൽ പറയാനുള്ള ചരിത്രപരമായ എന്ത് അവകാശമാണ് സാറേ ഉള്ളത്? ധാർമ്മികമായും സാങ്കേതികമായും കോൺഗ്രസിന് ഇതൊന്നും പറയാൻ അവകാശമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിന്റെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞോട്ടെ. ഈ ബജറ്റ് മോശമാണെന്ന് പറയും, അത് കോപ്പി അടിച്ചാണെന്ന് പണ്ട് കോൺഗ്രസ് അവതരിപ്പിച്ചതും അതാണ് അദ്ദേഹം അത് സമ്മതിക്കല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ, മോദി രാഹുൽ ഗാന്ധി അനുകരിക്കാതിരുന്നാൽ മതി. നമുക്ക് ബുദ്ധിയുള്ള പ്രധാനമന്ത്രിയാണ് വേണ്ടത്, വിഡ്ഢിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. മോദി രാഹുൽ ഗാന്ധി അനുകരിക്കാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എന്തായാലും. അപ്പൊ എന്നിട്ടും ചില ചോദ്യങ്ങൾ കൂടി ഇനി അവശേഷിക്കുന്നുണ്ട് സാർ. നമ്മളിപ്പോ ഇപ്പോൾ എന്താണ് ഒരു കാരണവശാലും ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെ ഒരിക്കലും അവരെ സ്വാധീനിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പൊ നമുക്കിപ്പോൾ എയിംസിന്റെ വിഷയം, പല കാര്യങ്ങളും നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്ഥലം എടുത്ത് കൊടുക്കുന്നില്ല, അത് അവിടെ വേണം, കോഴിക്കോടാണോ, വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും ഒരു സത്യസന്ധമായൊരു വിലയിരുത്തൽ? സാർ, എയിംസ് ഒരു സംസ്ഥാനത്തേക്ക് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ചില നോംസ് ഉണ്ട്. ഇപ്പൊ തന്നെ കേന്ദ്ര സർവകലാശാല വന്നു. സത്യത്തിന് കേന്ദ്ര സർവകലാശാല കേരളത്തിന്റെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും ആയിരുന്നു വരേണ്ടത്. കാസർഗോഡാണ് പോയത്. കാസർഗോഡ് പോയി എന്ന് പറഞ്ഞാൽ കേരളീയന് ഒരു ഗുണമില്ല, അതിനേക്കാൾ കൂടുതൽ ഗുണം കർണാടകക്കാർക്ക് കിട്ടും ഉറപ്പായി. ഇപ്പോൾ കാസർഗോഡ് സമരം നടത്തി. ഞാൻ കാസർഗോഡ് എന്തെങ്കിലും വരുന്നില്ല, കാസർഗോഡ് ഒരു ജില്ലയാണ്, പക്ഷെ അത് നമ്മുടെ വടക്കേ അറ്റത്തുള്ളൊരു ജില്ലയാണ്. അവിടെ ഒരു വികസനം വന്നുകൊണ്ട് കാര്യമില്ല. വരേണ്ടത് എല്ലാ വികസനവും നമുക്ക് വേണ്ട കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇനിയെങ്കിലും തലസ്ഥാനം തന്നെ തെക്കേറ്റത്തായിപ്പോയി. ഇനി ഒരു വികസനം വരേണ്ടത് നമ്മുടെ മധ്യഭാഗത്താണ്. മധ്യഭാഗത്ത് എവിടെയെങ്കിലുമാണ് എയിംസും വരേണ്ടത്. അത് നോക്കി. പക്ഷെ അത് സ്ഥലത്തിന്റെ കേസിൽ അത് സംഭവിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു സാറേ, സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും കേരള ഗവൺമെന്റ് സമയബന്ധിതമായിട്ട് ചെയ്തിട്ടില്ല. സമയബന്ധിതമായിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ കോട്ടയം വഴിയുള്ള റെയിൽവേ ലൈൻ എന്നേ ഡബിൾ ചെയ്തേനെയും. സ്ഥലം എടുത്ത് കൊടുക്കില്ല, കുറെ ആളുകളെ വെക്കും, ചുമ്മാ എന്തെങ്കിലും പറയും. ഇപ്പൊ ഈ NH വേണ്ടിയുള്ള സ്ഥലം തന്നെ എടുക്കാൻ എന്ത് താമസം വന്നു? ഒരുപാട് താമസം വന്നില്ലേ? അത് നമ്മുടെ ഒരു സ്വഭാവ രീതിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ബജറ്റിന്റെ പേരിൽ ഇപ്പോഴും ഒരു രാഷ്ട്രീയമായി സാർ നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റ് വരിക, അത് പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് എതിർക്കുക. അപ്പോൾ കേവലമായി കണ്ണടച്ചുള്ള എതിർപ്പ് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കരച്ചിലൊക്കെ പാഴാണ്, വെറുതെയാണ്. സാറേ, ഈ ഒരു ചെറിയ ബജറ്റ്, അതായത് അടുത്ത ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് വരെയുള്ള ഒരു ബജറ്റാണ്, 25 മാർച്ച് വരെയുള്ള ഒരു ബജറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കൊടുത്തതിനകത്ത് പരാതി മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന പോലും കേരളത്തിനെ കണ്ടില്ല. ഈ കഞ്ചിക്കോട്ടെ ഒരു കോച്ച് ഫാക്ടറി വരാതെ 10 കൊല്ലം കടന്നുപോയ ഒരു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചൊന്നും അവർക്ക് പരാതിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ മലയാള മനോരമ, മാതൃഭൂമി, അതാണല്ലോ ലീഡിങ് പത്രം. ഒരുവരെ പരിധിവരെ മാന്യമായിട്ട് കേരള കൗമുദി എഴുതുന്നുണ്ട്, പക്ഷേ സർക്കുലേഷൻ ലെവൽ കുറവാണ്. അപ്പം മനോരമയ്ക്കും മാതൃഭൂമിക്കും ചില പ്രഖ്യാപിത നയങ്ങളുണ്ട്. മനോരമയ്ക്ക് എന്നും അവർ BJP അല്ല എതിർക്കുന്നത്, അവരൊരു ഹിന്ദുത്വത്തിന് എതിർക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്.
എന്താ മനോരമയുടെ പാരമ്പര്യം? 1947 ആഗസ്റ്റ് 14 വരെ അവര് മഹാത്മാഗാന്ധിയെ വിളിച്ചോണ്ടിരുന്ന മിസ്റ്റർ ഗാന്ധി എന്നാണ്. അവര് അതുവരെ സായിപ്പിന്റെ കൂടെ ആയിരുന്നു. സാറിന് അറിയാമല്ലോ, സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റ കൊടുത്ത ആളുകളാണ്. അവസാനം ഇപ്പം പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിയുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. അത് മനോരമയുടെ ഒരു പാരമ്പര്യം ഞാൻ പറയുന്നത്. മനോരമ ഒരു വിമർശനം പറയുമ്പോൾ അത് പരിഹാസ്യമായ ഒരു വിമർശനമാണ്, സത്യസന്ധമായ ഒരു വിമർശനമല്ല. മനോരമ എന്ത് പറയുന്നു അതിന് എഗൻസ്റ്റ് ആയിരിക്കും സത്യം. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരുപാട് KP കേശവമേനോനെ, കുറൂർ നീലകണ്ഠം, പിന്നെ നമ്പൂതിരി, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ കേളപ്പൻ, ഇങ്ങനെ ആ വഴിയൊക്കെ പറഞ്ഞിരിക്കും. സാറേ ഇന്നത്തെ അതിന്റെ നടത്തിപ്പുകാർക്ക് എന്താണ് ഒരു ഇപ്പൊ തന്നെ ദിവസവും വരുന്നത്, മിക്കവാറും ഞാൻ മാതൃഭൂമി വരുന്ന ഒരാളാണ്. എന്ന് ശ്രേയാംസ് കുമാറിന്റെ ചിത്രമാണ് കാണുന്നത്. പണ്ട് അത് വീരേന്ദ്രകുമാറിന്റെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അത് ശ്രേയാംസ് കുമാറിന്റെ മകളെ ഇവരുടെ പ്രസ്താവന, ലേഖനം, ഇതിനാണോ നമ്മൾ പത്രം വായിച്ചെടുക്കുന്നത്? മനോരമ കുറഞ്ഞ പക്ഷേ അവരുടെ പത്രാധിപരുടെ പടം നിത്യം അച്ചടിക്കത്തില്ല, അത് മാതൃഭൂമിയുടെ പരിപാടിയാണ്. പിന്നെ ഈ പറഞ്ഞു വന്നത്, ഇത്തരം പത്രങ്ങൾ പോലും കേരളത്തിലെ ജനങ്ങൾ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇലക്ഷന് മുമ്പ് തന്നെ എതിർത്ത് കൊണ്ടുവന്ന ഈ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ 90% മാധ്യമങ്ങളും ഈ പിന്നെ മോദി സർക്കാരിനെ എതിർത്തിട്ടാണ് ലേഖന പരമ്പരകളായി ചെയ്തുകൊണ്ടിരുന്നത്. അവരതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് മൂന്നാം മോദി സർക്കാർ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ തുടർച്ചയെന്നാണ് ഈ ബജറ്റിനെയും അവരങ്ങനെ നോക്കി കാണുക. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളെ ഈ ബജറ്റിനെ സമീപിക്കുമ്പോൾ വ്യത്യസ്തമായി നിഷ്പക്ഷമായി ബജറ്റിനെ സമീപിക്കാൻ നമ്മുടെ പത്രങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ്. പത്രങ്ങളും രാഷ്ട്രീയ നേതാക്കളും തയ്യാറാകുന്നില്ല. അവരതിനകത്ത് ഒരു നന്മ ഈ ബജറ്റിലില്ലേ? ബജറ്റിൽ എന്തെങ്കിലും ഒരു നന്മയില്ലേ? അതെങ്കിലും പറയണ്ടേ? അതല്ല ചെയ്യേണ്ടത്. ആയിക്കോട്ടെ, മറ്റൊരു വിഷയമായി പിന്നീട് കാണാം. ഓക്കെ, ആയിക്കോട്ടെ.